പ്രിയപ്പെട്ട ദേവദാസൻ, ഞങ്ങൾ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ദേവദാസൻ പാസ്റ്റർ റോയ് പാസ്റ്ററെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസന്മാർ, ദേവദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രത്യേകം സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ. നമ്മളെ നിരന്തരമായിട്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഈ പ്രെയർ ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. 21 ദിവസം 40 ദിവസം ഇങ്ങനെ മാറി മാറി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു അവസരങ്ങളെയൊക്കെ ഒരുക്കി തരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതിന് ഒരുക്കവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വീടുകളിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉള്ള സമയമാണ്. എങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ടൈം സോണിലാണ് പ്രിയപ്പെട്ടവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന, വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരെയും എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് ഞാൻ മുഖവരെയൊന്നും പറയുവാനായിട്ട് പോകുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് പാടുവാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും ഒക്കെ സിന്ധു ദേവദാസിയെ ദൈവം ഉപയോഗിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അനേക വിഷയങ്ങൾ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ പ്രിയ ഷീജ സിസ്റ്റർ, പ്രിയ ദേവദാസിമാരെ ഒക്കെ ദൈവം സഹായിച്ചു. ധാരാളം വിഷയങ്ങൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിന്റെ പക്കലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അവര് ഏത് പ്രായമായെന്ന് പറഞ്ഞാലും അവർ റൂമിനകത്തിരുന്ന് എന്തെങ്കിലും സംസാരിക്കാൻ, നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്താ മോനെ പറഞ്ഞേ, എന്താ മോളെ പറഞ്ഞേ, വീണ്ടും നമ്മൾ പോയി അവരോട് ചോദിക്കുമല്ലേ. ആമേൻ. എന്നിട്ട് നമുക്കതിനെ എങ്ങനെ നമ്മളതിനെ പ്രതികരിക്കണമോ അത് നമ്മൾ എന്തെങ്കിലും യെസോ നോയോ അല്ലെ ഒരു ആശ്വാസവാക്കോ അല്ലേ, വെറുതെ നമ്മൾ പോരുന്ന എന്ത് പറയും, ആ പിള്ളേരോട് മമ്മിക്ക് എന്താ ഈ പപ്പയ്ക്ക് എന്താ ഒരു പറഞ്ഞിട്ട് ഒന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷെ മനുഷ്യരായ നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ സകലത്തിൻ്റെയും അധികാരിയായ സ്നേഹനിധിയായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മൾ പറയുന്നത് കേൾക്കുകയും കേട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി തക്ക സമയത്ത് തൻ്റെ പ്രവൃത്തി അയക്കുന്ന നല്ലൊരു കർത്താവിൻ്റെ അടുക്കലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താ? തൻ്റെ ജീവനും രക്തവും കൂടെയാണ് നമുക്ക് തന്ന് മറുവിലയായി തന്ന് നമ്മളെ സൃഷ്ടിച്ചു മക്കളാക്കി. മാത്രമല്ല പിന്നെ ഒരു വിലയും കൂടെ കൊടുത്തു നമ്മളെ വാങ്ങിയിട്ടാണ്. അപ്പൊ നമുക്ക് ഡബിൾ അല്ലേ ചാൻസ് ആണ്. മക്കളെന്നുള്ള ഒരു പദവിയുണ്ട്, പിന്നെ തൻ്റെ ജീവന്റെയും രക്തത്തിന്റെയും കൂടെ ഒരു അവകാശവും നമുക്ക് തന്നിരിക്കും. അപ്പൊ എത്ര വിലയേറിയവരാണ് നമ്മൾ, എത്ര മാന്യരാണ് നമ്മൾ. മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, ഓ എന്നെ അവരിത്ര മൈൻഡ് ചെയ്തില്ലല്ലോ, എനിക്ക് വലിയ മാന്യതയില്ല, വിലയില്ല. ഇങ്ങനെ മനുഷ്യരൊക്കെ മനുഷ്യരുടെ വില കൽപ്പിക്കുന്നത് എങ്ങനെയാ? ഒന്ന് അവരുടെ ഫാമിലി സ്റ്റാറ്റസ് കൊണ്ടായിരിക്കാം, അവരുടെ സമ്പത്ത് കൊണ്ടായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസം കൊണ്ടായിരിക്കും. ഈ ഭൂമിയിലുള്ള ഭൗതികമായ ഏതെങ്കിലും ഒക്കെ കാര്യാദികളിലാണ് നമുക്ക് ഈ ലോകത്തിലുള്ളവരും മറ്റുള്ളവരും ഒക്കെ നമുക്ക് മാന്യതയും വിലയും ഒക്കെ കൽപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോട്, യൗവനക്കാരാണെങ്കിൽ അവരോട്, പിന്നെ വയസ്സ് എന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യാദികളൊന്നും നമുക്ക് പറയാൻ ഒട്ടും തന്നെ ഇല്ല. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ടൈമിലാണ്. പക്ഷെ നമ്മുടെ കർത്താവിനോ പറയാണ്, ഉദരം മുതൽ ഞാൻ നിങ്ങളെ ചുമക്കുകയും വഹിക്കുകയും മാത്രമല്ല വാർദ്ധക്യവും നരയുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ വഹിക്കുമെന്നാ പറഞ്ഞ. അങ്ങനെ അങ്ങ് ഒരു ഉറപ്പ് തന്നവരൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും നമുക്ക് ആരുമില്ല. പറഞ്ഞാൽ പോലും ചെയ്യാൻ പറ്റുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. 49 പറഞ്ഞില്ലേ, നിങ്ങളുടെ വാർദ്ധക്യവും നരയുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കുകയും വഹിക്കുകയും ചുമന്നു വിടിവിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ ആ സമയത്ത് നമ്മളൊരു കുഞ്ഞിനെയൊക്കെ ചുമക്കാനും വഹിക്കാനും ഒക്കെ പറ്റും, കുഞ്ഞുങ്ങളാ. പക്ഷെ അതേ ഒരു സ്റ്റേജാണ് നമ്മുടെ ഓൾഡ് ഏജ് എന്ന് പറയുന്നതും. അവിടെ നമ്മളെ വഹിക്കണം, ചുമക്കണം, കൈക്ക് പിടിക്കണം, വാരിത്തരണം. ആ ഒരു കുഞ്ഞിനെ നോക്കില്ല. പക്ഷെ അതൊന്നും എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിച്ചെന്ന് വരികയില്ല. പക്ഷെ മാറ്റമില്ലാത്തൊരു വാക്ക് തന്ന് നമ്മൾ കേട്ടതുപോലെ ഒരു നല്ല വാക്കാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾക്ക് ആശ്വാസം തരും നമ്മുടെ ഏതു വേദനയിലും. അപ്പൊ ആദ്യോടൊന്നും പറഞ്ഞിരുന്ന ഒരു കാര്യം അതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പാട്ടിലൂടെയും ദൈവദാസിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെയും ഒക്കെ കേട്ടത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇനി ഒരുപാട് മുഖവരെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വാക്യം യെശയ്യാവ് 46
3 മുതലുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്തു. അതിൻ്റെ മെസ്സേജിൻ്റെ സബ്ജക്റ്റ് അല്ല, എങ്കിലും ദൈവാത്മാവ് എന്നെ അത് പറയാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രം പറയാം. ആരെങ്കിലും അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മളാരും വിലയില്ലാത്തവരൊന്നുമല്ല. യെശയ്യാവിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഞാൻ നിന്നെ വിലയേറി 43:4 പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്ന, അത്രയും ഭാഗമേ എടുക്കുന്നുള്ളൂ. അപ്പം അത് മെയിലായാലും ഫീമെയിലായാലും ഏത് വിധത്തിലും നമുക്കത് പറയാം. നമ്മൾ ആരാണ്? നമ്മൾ വിലയേറിയവരാണ്, മാന്യരാണ്. ഇനി 46:3 വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വില എവിടം വരെയുണ്ട്? ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി, യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവർ. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം പറയാം അല്ലേ? നമ്മുടെ പേര് വെച്ചിട്ട് നമുക്ക് പറയാം, എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. എന്തിനാ അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന എൻ്റെ വാക്ക് കേൾപ്പീനെന്ന്? ഒരു പ്രായമായ അമ്മ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മരുമക്കൾ കേൾക്കുവോ? കൊച്ചുമക്കൾ കേൾക്കുവോ? ഹല്ലേലൂയ. മിനി എബ്രഹാം എന്ന് പറയുന്ന പ്രിയ ഡിവൈസിലിരിക്കുന്ന ആൻറ്റിയോട് വെച്ചാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ പറയാൻ കാണും അല്ലേ? ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും കാണും. ഇനി അത്രയും പ്രായമൊന്നും ആവണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. അവർ അതെന്താ എന്തായിരിക്കും അങ്ങനെ പ്രായത്തിന് പറയുന്നത്? ആ അമ്മയെന്നൊന്നും പറയത്തില്ല അല്ലേ? ആ വയസ്സ് തരുന്ന ആ അമ്മയെന്നോ എന്തെങ്കിലുമൊക്കെയാ. നമ്മുടെ നാടൻ ഭാഷയിൽ പലതുമൊക്കെ പറയും. എന്തൊക്കെയോ പറയുന്ന ആര് കേൾക്കാനാ എന്ന് പറയും. അമ്മയെ എന്ത് പറയും? ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? പക്ഷെ ഇവിടെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, എൻ്റെ വാക്ക് കേൾപ്പീൻ. ഹല്ലേലൂയ. ഞാൻ പറയാൻ പറഞ്ഞ വിഷയമായിട്ടൊന്നും എനിക്കിതിനകത്തൊരു ബന്ധവും വരുന്നില്ല. ഞാൻ ഒരു കാര്യമേ പ്രാർത്ഥിച്ചോളൂ, കർത്താവേ, ആരൊക്കെ വചനം കേൾക്കണമോ നീ അവരെ കൂട്ടി വരുത്തണമേ. ജനത്തോട് എന്ത് പറയണമോ അവിടുന്ന് സംസാരിക്കണമേ. നമുക്ക് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം ദൈവമക്കളെ. ഇന്ന് ഒത്തിരി ദുഃഖങ്ങളും ഭാരങ്ങളും നമ്മളെ വിട്ടിട്ട് മാറിപ്പോകണം. ആരുമില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നമ്മളെ വിലയേറിയവരും മാന്യരുമായിട്ട് ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അവർക്ക് മാന്യത കൽപ്പിക്കുന്നത് എങ്ങനെയാ? ആ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കും അല്ലേ? സാധാരണപ്പെട്ട ഒരു വ്യക്തി എന്നാൽ നമ്മൾ നമ്മുടെ നോർമൽ ലെവലിലേക്ക്, പക്ഷെ ഇച്ചിരി കൂടെ വിലയുള്ളവരും ഇച്ചിരി മാന്യതയുള്ളവരും എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുക്കുന്ന കാര്യങ്ങൾ അല്ലേ, എത്ര വിലയേറിയതായിട്ടാണ് നമ്മൾ അത്. ഫുഡിൻ്റെ കാര്യമാകട്ടെ, വീട് വൃത്തിയാക്കുന്നതാകട്ടെ, അവരെ സ്വീകരിക്കുന്ന ഏത് വിധമായാലും എത്ര മാന്യതയോടെ ആയിരിക്കും. അത് ഓരോ വ്യക്തിക്ക് കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ചാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മളെല്ലാവരും ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താ? നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം നിങ്ങൾ എന്നെ ആരോട് തുല്യമാക്കും? ഈ വാക്യം പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് ദൈവത്തെ ഉപമിക്കാൻ പറ്റുമോ? കാര്യം ഞാൻ വയസ്സ് എന്നാൽ എൻ്റെ മാതാവ് ഇല്ല. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് എൻ്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഇനി എൻ്റെ അമ്മ എന്നോട് പറയുമോ, മോളെ നീ വർദ്ധിക്കിച്ചെന്നാലും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാമെന്ന്? എൻ്റെ പിതാവ് ഒരു 30 വർഷം മുമ്പേ എന്നെ വിട്ടുപോയതാ. ഹല്ലേലൂയ. എൻ്റെ പിതാവ് മരിക്കുമ്പം പറഞ്ഞു, ഇതുവരെ നമ്മളെ നടത്തിയ ഇനി നിങ്ങളെ സ്വർഗീയ പിതാവിൻ്റെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ 4 പെൺമക്കളും 1 മകനും ഉണ്ടായിരുന്നു. ഒരാളെ മാത്രമേ വിവാഹം കഴിഞ്ഞോളൂ. 3 പെൺമക്കൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷെ കർത്താവിൻ്റെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിച്ചിട്ട് പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് പോയി. അപ്പം എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് പറയാൻ പറ്റത്തില്ല, ആമേൻ, നിന്റെ വാർദ്ധക്യം വരെ ഞാൻ ചുമക്കാമെന്ന്. എനിക്ക് 3 കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തി. പക്ഷെ അവരൊക്കെ കുടുംബമാകുമ്പോൾ അവർക്ക് അവരുടെ ജോലിയുണ്ട്, അവരുടെ കുടുംബമുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. വാർദ്ധക്യത്തിലാകുന്ന ഞങ്ങളെ നോക്കാമെന്നും പറഞ്ഞ് അവരേതെങ്കിലുമൊക്കെ രാജ്യങ്ങളില്ല അവരുടെ ജോലി കളഞ്ഞിട്ട് അവർ വരുമോ? ആമേൻ. നമുക്ക് ഇന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നവരുണ്ട്, വളർത്തി കഴിഞ്ഞവരുണ്ട്. ആമേൻ. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആര് നമ്മളോട് പറയും നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്? ആമേൻ. മക്കള് പറയുമോ? മരുമക്കള് പറയുമോ? കൊച്ചുമക്കള് പറയുമോ? ഒരു പരിധി വരെയൊക്കെ അവർ ചെയ്യും ദൈവമക്കളെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുക, ഈ വാക്ക് പറഞ്ഞിട്ട് അടിവരയിട്ട് ഉറപ്പിച്ച് ദൈവം പറയുമോ? നിങ്ങളുടെ മാതാപിതാക്കളോടോ, നിങ്ങളുടെ ഭാര്യയോടോ, ഭർത്താവിനോടോ, നിങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളോടോ,
ആമേൻ എന്നെ ഉപമിക്കുവാൻ പറ്റത്തില്ല, എന്നെ സാദൃശ്യപ്പെടുത്തുവാൻ, എന്നെ കമ്പയർ ചെയ്യുവാൻ പറ്റത്തില്ല. കാര്യം നമ്മൾക്കുള്ള സമ്പത്തുകളോ നമ്മുടെ ജോലിയോ നമ്മുടെ ആരോഗ്യമോ ആമേൻ നമ്മളെ ശക്തരാക്കി നിർത്തുമെന്ന് പറയുവാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇതിനൊന്നും സ്ഥിരതയില്ല, ഇതൊക്കെ മാറിപ്പോകുന്നതാ. അടകൾ കബറികതലവൗടാരവലവസിയ. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ഓരോ ദൈവമക്കളും എല്ലാവരുടെയും പേര് ഞാൻ ഒന്നിച്ചങ്ങ് വിളിക്കുക, അല്ലെ കർത്താവ് അങ്ങ് വിളിക്കുക, ദൈവത്തിന്റെ ആത്മാവ് അങ്ങ് വിളിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയുകയാ. ആർക്കും തുല്യം ചെല്ലുവാൻ പറ്റാത്ത, ആരോടും ഉപമിക്കുവാൻ പറ്റാത്ത, ആമേൻ ഹല്ലേലൂയ, എന്നേക്കും ആധിപത്യമുള്ള, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഉലകങ്ങളിലാകട്ടെ ഉടകർ ഖബറികതലവംശാരവലവസിയ അധികാരിയായ ഒരുവൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കഴിഞ്ഞ 10 ദിവസത്തോളം ഉപവാസത്തോടോ പ്രാർത്ഥനയോടും ഉപവസിക്കാതെയോ പ്രാർത്ഥനയോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. ഹല്ലേലൂയ. നമ്മളെ ബലഹീനപ്പെടുത്തുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഏത് വിഷയങ്ങളുമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ പറ, ഒരുവൻ എന്നോട് വാക്ക് പറഞ്ഞു. ഹല്ലേലൂയ. അമ്മയുടെ ഉദരം മുതല എവിടെയാ നമ്മുടെ അമ്മ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്? ഒരു കുഞ്ഞു ഉദരത്തിൽ ജനിക്കുന്ന ആ ഫസ്റ്റ് ടൈം മുതൽ ഹല്ലേലൂയ പറയുകയാണ്. ഉദരം മുതൽ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 139 പറയുന്നു, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ മെനഞ്ഞിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാകാരമാകുമ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ. അമ്മയ്ക്ക് അറിയത്തില്ല ആ കുഞ്ഞിന്റെ 206 അസ്ഥികള്. ഹല്ലേലൂയ. അമ്മയ്ക്ക് അറിയത്തില്ല. ഇന്നത്തെ ടെക്നോളജിയിൽ ചിലതൊക്കെ ഒരുപക്ഷെ വെളിപ്പെടും. എന്നാൽ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലം മുതൽ ആമേൻ അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിലേക്ക് ചെന്ന ലോകസ്ഥാപനം മുതൽ ഹല്ലേലൂയ സ്തോത്രം, നാമേ ആമേൻ ഈ ഭൂമിയിൽ എന്ന് ജനിക്കണമെന്ന് നമ്മുടെ സ്വർഗീയ പിതാവ് ആമേൻ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിരുന്നുവോ അന്ന് മുതൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ സമയം വരെ ആമേൻ നാളെ മുതലുള്ള നമ്മുടെ എൻഡ് ടൈം വരെ ഈ ഭൂമിയിൽ നമ്മളെ നടത്തുവാനും മാത്രമല്ല അവിടെ കൊണ്ട് തീരുമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ആമേൻ ശരീരത്തിൽ നിന്ന് ജീവൻ ആത്മാവ് പുറത്തു വന്ന് നിത്യതയിൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുന്നത് വരെയും അവിടെ ചെന്നാലും ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ് അവന്റെ ആധിപത്യത്തിന് മാറ്റമില്ല, അതെന്നേക്കും നിൽക്കുന്നതെന്ന് ഹല്ലേലൂയ പറഞ്ഞില്ലേ? നമ്മുടെ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന മഹാരാജാവ. ഹല്ലേലൂയ. അവന്റെ വാക്കുകൾക്കൊന്നും മാറ്റമില്ല. എത്ര വാഗ്ദത്ത വചനം കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം പുറത്തു പോകട്ടെ. എന്തെങ്കിലും ആമേൻ നമ്മൾക്കുടെ അനുഗ്രഹങ്ങള് വാഗ്ദത്തങ്ങള് നിറവേറുന്നതിന്, ഒരാത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം അതെല്ലാം മാറിപ്പോകട്ടെ. ദൈവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ചില വിടുതലുകൾ നമുക്ക് ലഭിക്കണം. ദൈവ മക്കളെ ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള വിടുതലാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ള വിടുതലാകട്ടെ, നമ്മുടെ തലമുറകളിലുള്ള വിടുതലാകട്ടെ, ദൈവസഭകളിലുള്ള വിടുതലാകട്ടെ, നാം ആയിരിക്കുന്ന ദേശത്തിന്റെ വിടുതലാകട്ടെ, ആമേ രാജ്യങ്ങളുടെ വിടുതലാകട്ടെ. ഉടവൽ ഖബറികതലവംശാരവലവസിയ. നമ്മൾ വന്നെത്തിയിരിക്കുന്ന കാലയളവ് നമുക്കറിയാം. ആമേൻ. ദൈവജനത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ദുഷ്ടൻ അവന്റെ മുഴുബലത്തോടെ എഴുന്നേറ്റിരിക്കുക. അതുകൊണ്ട് വേഗത്തിൽ നമുക്കൊരു തിരുവചന ഭാഗം വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എഫേസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. അത് മതി. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നുള്ള ഭാഗം വീണ്ടും നമുക്ക് ചിന്തിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിവിധയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളാകുന്ന അടിയങ്ങൾ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കി എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഇതിന് കാരണമാക്കി തീർന്ന ഞങ്ങളുടെ ദൈവദാസനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഈ വചനം സംസാരിപ്പാൻ എളിയവളെ ശക്തീകരിക്കണമേ. സംസാരിക്കുന്ന എളിയവൾക്കും കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കും
ഒരുപോലെ അനുഗ്രഹവും വിടുതലും അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവ് ഉത്തരം വരണമേ. ആമേൻ. സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണിത്. ഒരുപക്ഷെ ഈ ദിവസങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കേട്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവവചനത്തിന് പഴക്കമില്ല. ഓരോ ദിവസവും നമ്മൾ കേൾക്കും തോറും വചനത്തിന്റെ പ്രത്യേകത എന്താ, അത് പുതുതായി കൊണ്ടേയിരിക്കുകയായിരിക്കും. ഞാനിപ്പോൾ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങളോട് വചനം സംസാരിക്കും. പക്ഷെ കേൾക്കുന്ന നിങ്ങൾക്കത് പല തലങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ വ്യാഖ്യാനിച്ചു തരും. ആമേൻ. നമ്മളിന്ന് ഇത്രത്തോളം ദൈവമക്കളുണ്ടല്ലോ. 55 പേർക്കും 55 വിധത്തിലായിരിക്കാം ആത്മാവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നത്. അത് ദൈവത്തിന്റെ വലിയ പ്രത്യേകതയാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് മഹാകാര്യങ്ങളെയാണ് ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്കറിയാം, ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ എവിടെയായിരിക്കുന്നത്? ഒരിക്കലും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടല്ല ഈ പൗലോസ് അപ്പോസ്തലന് ഈ ലേഖനം എഴുതുന്നത്. എവിടെ? റോമൻ കാരാഗൃഹത്തിൽ. ഏതാണ്ട് AD 60-നും 62-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ താൻ റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ആമേൻ തന്റെ ഭാരം എന്തായിരുന്നു? ആമേൻ സർവ്വസഭകളെ കുറിച്ചുള്ള ഭാരമായിരുന്നു. എഫെസോസിനെ കുറിച്ചൊക്കെ ചരിത്രപരമായിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴെന്റെ വചനത്തിനകത്തേക്ക് എനിക്ക് വേണ്ട വിധത്തിൽ എത്തി നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആമേൻ. ഈ അപ്പോസ്തലൻ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1 മുതൽ 6 അധ്യായങ്ങളാണല്ലോ. ഓരോന്നും നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ തനിക്ക് യാതൊരു പരാതിയും തന്നെ കുറിച്ച് പറയാനില്ല. ഒരുപക്ഷെ നമ്മൾ ആണ് ഈ ജയിലിൽ കിടക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ വിഷയം എന്തായിരിക്കും? കർത്താവേ, എത്രയും വേഗം ഇവിടെ നിന്നോ പുറപ്പെട്ടു പോകണേ, പുറത്തു വരണേ, ഒത്തിരി കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മുഖത്ത് ഭാരത്തോടെ ആയിരുന്നാൽ, ആമേൻ, പ്രതിസന്ധികളിലൊക്കെ നമ്മുടെ കാര്യം എന്താ, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ തരണമേന്നായിരിക്കാം രക്തം ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ. എന്നാൽ അപ്പോസ്തലന്റെ പ്രാർത്ഥന അതൊന്നുമല്ല. ഏത് വിധത്തിലെങ്കിലും എൻ്റെ കർത്താവിനെ ഒന്ന് ആഴത്തിൽ അറിഞ്ഞിട്ട്, ആമേൻ, ഒരു തലമുറയ്ക്ക് വേണ്ടി അതൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. അതായിരുന്നു തന്റെ ഏറ്റവും വലിയ ആമേൻ ഉദ്ദേശം. എത്രത്തോളം കർത്താവിനെ വെളിപ്പെടുത്തണമോ അതിന്റെ ആഴങ്ങളിലേക്ക് താൻ പോകുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായത്തിൽ വ്യക്തിപരമായ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ താൻ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ആമേൻ താൻ പറയുന്നുണ്ട്, നാമേ ദൈവസഭയോട് ചേർത്തിട്ട് നമ്മളെ വിശ്വാസത്താൽ നമ്മളെ രക്ഷിച്ച് അതിനെ നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു അനുഭവം. ക്രിസ്തുവിൽ നമ്മളെ പുതു മനുഷ്യനാക്കിയ എല്ലാം ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാണ് താൻ പറയുന്നത്. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ആഴമേറിയ ആത്മീയ മർമ്മങ്ങളെയാണ് താൻ, അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ച്. എന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട്. എവിടെയായി മുട്ടുകുത്തുന്നത്? കാരാഗ്രഹത്തിനകത്ത് കിടന്ന ഒരു അപ്പോസ്തലൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തുവിന്റെ നിറവോളം ആമേൻ സകലത്തിൽ നിറഞ്ഞു വരുവാൻ. ഹല്ലേലൂയ. അത് സ്നേഹത്തിലാകട്ടെ, പരിജ്ഞാനത്തിലാകട്ടെ, എല്ലാ വിധത്തിലും ആമേൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടും നമ്മളൊക്കെ എന്തൊരു കംഫർട്ട് സോണിലായിരിക്കുന്നത്. നമുക്കൊരു ഇങ്ങനൊരു ചിന്ത വല്ലതും ഉണ്ടോ? ഞാൻ സഹിതമുള്ള കുറ്റബോധം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു അപ്പോസ്തലന്റെ മനസ്സ്, ഒരു ശിഷ്യന്റെ മനസ്സ് ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. എന്തെങ്കിലും ഇവിടം കൊണ്ട് വാങ്ങിക്കൂട്ടി അവസാനിച്ചിട്ട് ഒന്നുമില്ലാത്തവരായി പോയി ആമേൻ നമ്മൾ കൈമലർത്തി നിൽക്കുവാനായിട്ട് ല്ല. ആമേൻ. കർത്താവിന് വേണ്ടി ജീവിതം മുഴുവനും, ആമേൻ, ആയുസ് മുഴുവനും, ആമേൻ, ജീവൻ മുഴുവനും കൊടുത്ത എത്രയോ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, നമുക്ക് മുന്നേ ഉള്ള ആമേൻ ദൈവഭക്തന്മാർ, അവരുടെ ഒക്കെ കൂടെ നമുക്കും ഒരു സൈനികണമായി ചെന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സ്വന്തം ആത്മാവിനെയും സ്വന്തം ഭവനത്തെയും സ്വന്തം തലമുറകൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാലമടക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിലൊന്ന് അറിയുവാനുള്ള ആഴമേറിയൊരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ സ്നേഹത്തിൽ ആമേൻ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം, ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മൾ ശക്തിയോടെ, നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ നിറങ്ങണം. ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ ആഴമെന്ന് അറിയണം.
അറിയണം, ആ പരിജ്ഞാനം നമ്മളൊന്ന് അറിയണം. ഇങ്ങനെ എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാ നമ്മുടെ പ്രാർത്ഥന വല്ലോ വന്നോ? അപ്പോസ്തലന്റെ പ്രാർത്ഥന അവിടെ പറയാ, ഇതൊക്കെ ഒന്ന് ഇതിലൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് പ്രാപ്തരായി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തു എന്ന തലയോളം. 4-ാം അധ്യായത്തിൽ വരുമ്പോ താൻ പറയുക, ഞാൻ ക്രിസ്തു, അതിന്റെ 12-ാം വാക്യ, നാം എല്ലാവരും വിശ്വാസത്തില് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത ഇന്ന് എല്ലായിടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാ ഐക്യത എന്ന് പറയുന്നത്. ആമേൻ. ആ ഐക്യത പിന്നെന്താ? ആമേൻ. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ക്രിസ്തുവിന്റെ പ്രായം എന്തുവാ? നമ്മൾ എല്ലാത്തിലും തികഞ്ഞു വരുന്ന ഒരു അളവാണ്. ആമേൻ. അതായത് ദൈവത്തെ കുറിച്ചുള്ള അതിന്റെ വാക്യങ്ങൾ വായിച്ചാൽ മതി. ഒന്ന്, നമ്മൾ വിശ്വാസത്തിൽ തികയണം. രണ്ടെന്താ പറഞ്ഞേ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തികയണം. മൂന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഐക്യതയിൽ തികയണം. ഈ ഐക്യതയെ കുറിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. താൻ ക്രൂശിൽ മരിക്കാൻ പോകുന്നതിന് മുമ്പേ തൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നേ മശിഹ ഒരു അധ്യായം എന്നാണ്, കർത്താവിന്റെ മശിഹ പ്രാർത്ഥന എന്നാണ് ആ അധ്യായത്തെ കുറിച്ച് പറയുന്നത്. താൻ അവസാനമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പിതാവിനോട് അപേക്ഷിക്കുക, കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള ജനം ശത്രുവിനാൽ പിടിക്കപ്പെടരുത്, ദുഷ്ടനവരെ പിടിക്കരുത്, അവർക്ക് വേണ്ടി അപേക്ഷിക്കുക, അവരെ കാത്തുകൊള്ളണം. ഇവര് മാത്രമല്ല, ഈ ദൈവവചനത്തിൽ കൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അപേക്ഷിച്ചു കർത്താവ്. യോഹന്നാൻ 17-ന്റെ 20-ാം വാക്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകണം. ആമേൻ, സ്തോത്രം. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ, എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഐക്യത എന്ന് പറയുന്നത്. ആമേൻ. വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാതെ നമ്മുടെ ജീവിതത്തിലുള്ള സകല ദുഷ്ട സ്വഭാവങ്ങളെയും ഒന്നൊന്നായി നമ്മൾ അതിനോട് ഇന്ന് ആമേൻ ഗുഡ് ബൈ പറയണം. നമ്മൾ ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കട്ടെ ദൈവമക്കളെ, നമ്മളെ ശക്തീകരിക്കട്ടെ ദൈവമക്കളെ. നാം ശക്തിയില്ലാത്തവരായി പോകരുത്. നമ്മൾ കർത്താവിൽ ശക്തിപ്പെടണം, കർത്താവിൽ നമ്മൾ ബലപ്പെടണം. എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? നമുക്കെതിരെ ഒരു എതിരാളി അപ്പുറത്ത് നിൽപ്പുണ്ട്. അവൻ സൈന്യ സമേതനായിട്ട് ആമേൻ കേരളത്തിലുള്ളവരെ ആമേൻ കൊണ്ട് തികയാഞ്ഞിട്ട് ആമേൻ ഹിമാചലിന്റെ പ്രദേശങ്ങളിലുള്ളവരെ പോലും ആവാഹിപ്പിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുമ്പോൾ ആഗോള വ്യാപകമായിട്ടുള്ള ദൈവജനത്തെ തകർത്ത് കളയുവാൻ ആമേൻ എല്ലാ വിധത്തിലും അദൃശ്യ തലങ്ങളില് ദുഷ്ടൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ വന്ന് എന്റെയും നമ്മുടെ ആരുടെയും ജീവിതത്തില് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന യാതൊരു ദുഷ്ട സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനാണ് ഉപവാസം, അതിനാണ് നമ്മുടെ പ്രാർത്ഥന. ആമേൻ. അതിനാണ് നിരന്തരം വചനം തരുന്നത്. നമ്മുടെ ആത്മീയ മനുഷ്യൻ ആമേൻ ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ പുഷ്ടിപ്പെടുവാൻ, ആമേൻ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സർവ സമ്പൂർണതയിലും തികഞ്ഞു വരുവാൻ. അടകൾ കബറുകതലേ ഷൗഡാറവലവസിയ. ഞാനിത് കേട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഡിവൈസ്, അത് ടാബ് ആകട്ടെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകട്ടെ, അവൻ മൊബൈൽ ആകട്ടെ, ഇത് വരും ആദ്യ ന്യായവിധിയുടെ നാളിൽ സാക്ഷ്യം പറയാൻ. അതിലെ കേട്ടില്ലെന്ന് പറയരുത് ദൈവമക്കളെ. അവിടെ പറഞ്ഞിരിക്കുക യോഹന്നാൻ 17:22, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്ന ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അണ്ടർലൈൻ ചെയ്ത് കാണാതെ പഠിച്ചോണം. പിതാവും പുത്രനും അവര് തൃത്വത്തിൽ ഒന്നാണ്. ആമേൻ. ഞാനും പിതാവും ഒന്നാകുന്നു. ആമേൻ. ദൈവത്തിന്റെ എല്ലാ എസൻസിലും എന്താ ആ ട്രിനിറ്റി, അത് ഒന്നാണ്. അതിനവിടെ ഒരു ഡിഫറൻസ് ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർ ഒന്നായിരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക.
പറയുകയാ, ദൈവമേ നീ എനിക്ക് തന്നിട്ടുള്ളവരെല്ലാം അവർ ഒന്നായി ഐക്യത്തിൽ തികഞ്ഞവരാകണം. ഇത് ലാസ്റ്റ് പ്രയറാ. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം ആമേൻ നമ്മളെ ഒന്നാക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് പോയി യാഗമായി തീർന്നു. ആമേൻ നമ്മുടെ ഐക്യതയുടെ വില എന്താ? യേശുവിന്റെ ജീവനാ, യേശുവിന്റെ ആമേൻ രക്തമാ. ഇത് രണ്ടും നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ ഐക്യതയും നമ്മുടെ സകല ആത്മീയ അനുഭവങ്ങൾക്കും ആമേൻ ഇതാണ് നമ്മുടെ വിലയെങ്കിൽ ആരെങ്കിലും ആരോടെങ്കിലും ഐക്യതക്കേടുണ്ടെങ്കിൽ ഓർത്തോണം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആമേൻ ഹല്ലേലൂയ, യേശുവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ, അതാകുന്നു ആമേൻ യേശുവിന്റെ മുദ്ര. പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനീതി വിട്ടൊഴിയുന്നവന് ഒരു നീതിയുടെ മുദ്രയുണ്ട്. അനീതിയുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ സീലില്ലാത്തവരായി പോകും. നമ്മുടെ ആത്മീയ ജീവിതം ഇൻവാലിഡ് ആവും, വിലയില്ലാതെ പോകും. ഹല്ലേലൂയ. കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നതേ ഇല്ല എന്ന്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, ആമേൻ, നമ്മുടെ പ്രത്യാശ ജീവിതം, വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം തികഞ്ഞ ദൈവഭയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആമേൻ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാം, ഒരു സഭയിൽ തന്നെ കർത്തൃമേശ എടുത്താൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു പോകുന്നവരുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഇതിന് സാക്ഷികളായിട്ട് അവരോട് പറയണം. നമ്മുടെ ചർച്ചിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പിടിച്ചു നിർത്തി ഉപദേശിക്കണം. ആമേൻ. ഇവിടുത്തെ ജീവിതം അല്പസമയം കൊണ്ട് തീരും. ഏത് നിമിഷവും നമ്മുടെ ജീവന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം ഞാൻ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചെറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു കൺവെൻഷന് പങ്കെടുത്തതാ. ആമേൻ. സ്റ്റേജിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്ന ആ ദൈവദാസൻ അവിടെ തന്നെ വീട് മരിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന വചനം പൂർത്തീകരിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഏത് സമയമാണ് നമ്മുടെ മരണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഓർക്കണമേ, ഹല്ലേലൂയ, ഇവിടുത്തെ അല്പജീവിതത്തിൽ നമുക്ക് ആരോടാ പക, നമുക്ക് ആരോടാ പിണക്കം, നമുക്ക് ആരോടാ അസൂയ, ഹല്ലേലൂയ, ആരോട് നമ്മൾ വിഘടിച്ചിരിക്കണം, ആരോട് സ്നേഹക്കേട് കാണിക്കണം, വെറുപ്പ് കാണിക്കണം, ഹല്ലേലൂയ, എല്ലാവരോടും നമ്മൾ സമാധാനം ആചരിക്കണം, ഹല്ലേലൂയ, എല്ലാവരോടും നമ്മൾ ഐകമത്യമുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കർത്താവിന്റെ നാമം നമുക്ക് ഉപകാരമായിട്ടൊന്നും വരത്തില്ല കേട്ടോ. ഹല്ലേലൂയ. 4-ാം അധ്യായം എഫേസ്യരിലേക്ക് നമുക്ക് മടങ്ങി വരാം. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആമേൻ അവിടെ അനേക കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുകയാണ്. ആമേൻ. സഭയെ എങ്ങനെ കർത്താവ് സ്നേഹിച്ചു, അതുപോലെ നമ്മൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതെല്ലാം ദൈവസഭയോട് ഉപമിച്ചാണ് ആമേൻ അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളുണ്ടല്ലോ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പേ. എന്നിട്ട് അമ്മയപ്പന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. 6-5 എഫേസ്യർ 6-5 മുതൽ താഴോട്ട് വരുമ്പോൾ ദാസന്മാർക്ക് കൊടുക്കുന്ന യജമാനന്മാർക്ക് കൊടുക്കുന്നതുണ്ട്. അങ്ങനെ വായിച്ച എല്ലാവർക്കുമുള്ള അഡ്വൈസ് താൻ എഴുതിയതിനു ശേഷം അവസാനം പറയുകയാണ് 10-ാം വാക്യം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. നമ്മൾ എന്തെല്ലാമൊക്കെ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നമുക്ക് ആമേൻ ശക്തി ലഭിക്കുന്ന ഒരിടം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ബലത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ മാനുഷ്യ ബുദ്ധി കൊണ്ടും ആമേൻ നമ്മുടെ ശാരീരിക ശക്തി കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും ബലം കൊണ്ടും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. പലതും പരാജയപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് വന്ന് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെയല്ലേ? ഒരു രോഗം വന്നാൽ പോലും നമ്മൾ അങ്ങനെയാ. ഏത് കാര്യങ്ങളായാലും ആമേൻ അനേക കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഒടുവിൽ എന്ന അപ്പോസ്തലൻ എഴുതിയാലും താൻ എഴുതി വന്നപ്പോൾ അങ്ങനെ എഴുതിയാലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നമ്മൾ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനിടയാകട്ടെ. അടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല. നീ കഴിഞ്ഞ ദിവസം ആമേൻ സൺഡേ ഏർലി മോർണിംഗിലാ ഉറക്കത്തിൽ കിടക്കും. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്കിങ്ങനെ ഒരു കാഴ്ച കാണിച്ചു തന്നു. ഒരു വലിയ 2 കൊമ്പ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗിലും പറഞ്ഞു, കേട്ടവരൊക്കെ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ചില പ്രിയപ്പെട്ടവർക്ക് കൂടിയെങ്കിലും അത് ഉപകാരമായി തീരുമല്ലോ. ആമേൻ. ദൈവം ഒരു കാര്യം കാണിച്ചു തന്നാൽ, ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനോട് സംസാരിക്കാനുള്ള വചനമോ ദർശനമോ എന്തെങ്കിലും
എന്തെങ്കിലും കർത്താവ് തരും. അതിനകത്തുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ പലരും അനേക ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ കാണിച്ചു തന്ന ഒരു പ്രത്യേക ദർശനമായിരുന്നു. ഒരു വലിയ അതൊരു കാളയുടെ തലയിൽ ഇങ്ങനെ കൊമ്പരുന്ന ആ ഒരു ഷേപ്പിൽ അതങ്ങനെ ഇരിക്കുമല്ലോ, അതുപോലെ ആമേൻ 2 കൊമ്പ്. എന്നിട്ട് ഞാൻ ഉണർന്നിട്ട് പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും ഇതെൻ്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ അലട്ടി, എന്തായിരിക്കും ഇതിങ്ങനെ കണ്ടതെന്ന്. പെട്ടെന്നാണ് സെക്കറിയ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം, ചില ബൈബിളിൽ 2-ന്റെ ആദ്യ ഭാഗവും ചിലതിൽ 1-ന്റെ 18-ാം വാക്യമായിട്ട് അവിടെ സെക്കറിയാവ് എന്ന് പറയുന്നതായ ആ പ്രവാചകൻ എന്ത് കണ്ടു? ഒരു ദർശനം കണ്ടതിനെ കുറിച്ച്, ഒരു 4 കൊമ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 കൊമ്പായാലും 2 കൊമ്പായാലും ഈ കൊമ്പുകൾ എന്താ ചെയ്തതെന്ന് ഞാൻ ആ വചനത്തിൽ കൂടെ ഒന്ന് വായിച്ചു നോക്കി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ്. അപ്പോൾ ഒരു ദൂതൻ ഇങ്ങനെ സംസാരിക്കുകയാണ് സെക്കറിയാവിനോട്. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ആ ദൂതൻ പറഞ്ഞു കൊടുക്കുക, ഇതെന്താ? ഇത് യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ 4 കൊമ്പുകളാ. അവിടെ 3 രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാ എഴുതിയ കാലത്തുള്ളതായിക്കൊള്ളട്ടെ. പക്ഷെ ഇന്നത് നമ്മുടെ ജീവിതത്തിലോട്ട് വെച്ച് നോക്കിയാൽ ഈ പ്രതികൂലത്തിന്റെ ശക്തികൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ചിലതിനെ ചിതറിച്ചു കളയുകയാകട്ടോ. ഹല്ലേലൂയ. ഐക്യതയില്ലാതാക്കി, സ്നേഹമില്ലാതാക്കി, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൊണ്ടുവന്നിട്ടിട്ട് ചിതറിച്ചു കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികളാണ് അത്. ദൈവാത്മാവ് എനിക്ക് അങ്ങനെ മനസ്സിലാക്കി തന്നു. ദൈവമക്കളെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അത് എവിടെ വരുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലേ? പിശാച് ഓരോരുത്തരുടെ അടുക്കല് അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് വ്യക്തിപരമായിട്ട്, പേഴ്സണലി ആണ് അവൻ വരും. വ്യക്തിപരമായിട്ട് വന്നിട്ട് ആദ്യം നമ്മുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പം അവിടെ വേറെ വല്ലവരും ഉണ്ടായിരുന്നു തന്നെ സംസാരിക്കാൻ. അതെല്ലാം ഹൃദയത്തില്, മനസ്സിലോട്ട് ഇങ്ങനെ തോന്നിപ്പിക്കും. എന്നിട്ട് അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കും, ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഏത് പ്രശ്നവും ഹൃദയത്തിന്റെ ആ സ്റ്റാർട്ടിങ് ചിന്തയിലൂടെ വന്നിട്ട് അത് 1-2 വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ്, ചില വാക്കുകളായി പുറത്തു കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ടാണ് പിന്നെ വലിയ പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഒരു നിസ്സാര വാക്കാണ്. എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ഭവനത്തില് വാക്കുകളുണ്ടുള്ള സ്വസ്ഥതക്കേടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേലെ ജയമെടുത്തുകൊള്ളണം. വെറുതെ കർത്താവ് നമുക്കൊരു കാര്യം കാണിച്ചു തരികയില്ല. അതിനകത്ത് വലിയ ആത്മീയ കാര്യങ്ങൾ ജയമെടുക്കുവാനുള്ളത് നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ. ഭാര്യ ഒരു വാക്ക് പറയും, ഭർത്താവല്ലേ വേറൊന്ന് പറയും, അല്ലെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിലൊന്നും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനില്ല വന്നെത്തിരിക്കും, ഒരു പ്രായം കഴിഞ്ഞ. പക്ഷെ ഇതെല്ലാം ശത്രുവായ പിശാചിന്റെ പ്രവൃത്തികളാണ് കേട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ ജയിക്കുവാൻ കഴിയും? കർത്താവിന്റെ അമിത ബലത്തിലാണ് ഇതിനെ നമുക്ക്, അത്യന്ത ശക്തിയിലാണ് ഇതിനെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളെ മാറ്റിവെച്ച് ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരും ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലാകട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഏത് തലത്തിൽ ചിതറിച്ചു കളയുവാൻ? ഒന്ന് കുടുംബത്തെ ചിതറിക്കണം, വ്യക്തികളെ ചിതറിക്കണം. ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് പിന്നെ വീട്ടിലോട്ട് വരാനുള്ള മനസ്സില്ല, അല്ലെങ്കിൽ റൂമിനകത്ത് കയറി കഥകടച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഇതിന്റെ ഈ ബന്ധനത്തെ ഇന്ന് നമുക്ക് തകർക്കണം. കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. മത്തായി 17-ാം അധ്യായത്തിൽ പറഞ്ഞു, നമുക്ക് ക്രിസ്തുവിനുള്ള ആഴമേറിയ വിശ്വാസവും നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ചില കാട്ടത്തിയുടെ അനുഭവങ്ങൾ വേരോടെ പറയണം. അനിത സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ, ജിൻസൺ സിസ്റ്റർ പറഞ്ഞാട്ടെ. എന്റെ മുന്നോട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില കാട്ടത്തിയുടെ അനുഭവം. എന്തുവാ കാട്ടത്തി? അതിന്റെ ഫലമില്ലതിന്. ആ ഫലമുണ്ടായാൽ അതിനൊരു പ്രയോജനവുമില്ല, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നതാ. ആന്റി പ്രാർത്ഥിച്ചാട്ടെ. മിനിയാന്റി എല്ലാവരും ഹല്ലേലൂയ. കർത്താവേ, എന്നെ ചിതറിക്കുവാൻ വരുന്ന ഈ ദുഷ്ടനുഭവമായാലും യേശുവിന്റെ നാമത്തിൽ അതിനെ ബന്ധിക്കുന്നെന്ന് വാതുറന്നും പറ. നമ്മുടെ നാവിന്റെ മേലാണ് അധികാരം, നമ്മുടെ നാവിന്റെ മേലാണ് ശക്തി. കർത്താവ് എന്താ പറഞ്ഞ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് പറഞ്ഞില്ലേ, ബന്ധിക്കപ്പെട്ടവരോട് അവരോട് പോയി കർത്താവിന്റെ സ്വാതന്ത്ര്യം പ്രസംഗിക്കാൻ, കുരുടന്മാർക്കും പീഡിതർക്കും പ്രസംഗിക്കുവാൻ. എവിടെങ്കിലും ഒരു കുരുടിന്റെ മുമ്പിൽ പോയി പ്രസംഗിച്ച, അല്ലെങ്കിൽ ഒരു ചെവി കേൾക്കാൻ വയ്യാത്തതിനൊക്കെ പോയി പ്രസംഗിച്ച
നീച്ചോ സൗഖ്യം വരുത്താൻ പറ്റുമോ ദൈവമക്കളെ? സയന്റിഫിക്കായി അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് നടക്കുന്ന കാര്യമാണോ? എന്നാൽ ഈ ലോകത്തിലെ പഠിപ്പിക്കലുകൾക്ക് നടത്തുവാൻ കഴിയാത്തതിനെ വചനത്തിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിച്ചോട്ടെ. ആരാധനയുള്ള ശക്തിയുടെ വ്യാപാരം. ആമേൻ. ചില അന്യായ നുഖങ്ങളെ തകരട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ചില നുഖത്തിന്റെ അനുഭവങ്ങൾ തകർന്നു മാറട്ടെ. ദുഷ്ടൻ നിന്റെ തോളിൽ കൊണ്ടുവന്ന് ഭാരമാക്കി വെച്ചിരിക്കുക. പ്രിയ ദൈവദാസി, ആമേൻ. ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്നില്ലേ എന്നെ ഈ ചുമടൊന്ന് മാറുമെന്ന്? ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഇതിലായിരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, എന്റെ ഈ ചുമട്, ഈ ഭാരം, ഈ വേദന, ഈ ഞരക്കം കർത്താവേ എപ്പോഴിതൊന്ന് മാറുമെന്ന് ചോദിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഇതിനെ വേരോടിന്ന് നമുക്ക് പറിച്ചു കളയണം. നമ്മുടെ 21 ദിവസം ഉപവാസം തീരുന്നതിന് മുമ്പ് ചില വിടുതലുകൾ ആമേൻ ശരീരത്തിൽ രോഗമിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നതുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സമാധാനം നഷ്ടപ്പെടുത്തി, ഐക്യത നഷ്ടപ്പെടുത്തി, ആമേൻ, പലതിനെ പല വഴിക്ക് ഒന്നുകിൽ ഡിവോഴ്സിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ 1 മീറ്റർ കയറിനകത്ത് അവസാനിപ്പിക്കണം. ആമേൻ. അല്ലെങ്കിൽ എവിടെയും ചെന്ന് ചാടി മരിക്കണം. മരണചിന്ത. ആമേൻ. സദൃശവാക്യം 8-ാം അധ്യായത്തിൽ പറയുക, യഹോവയോട് പിഴയ്ക്കുന്നവനോ മരണത്തെ ആഗ്രഹിക്കുന്നെന്ന്. ആമേൻ. നമുക്കൊരായുസ് തന്ന ദൈവമുണ്ട്. നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ളത് അതിനെ ഇട്ടു തന്ന ദൈവത്തിന് ആ സമയത്തിന് മുമ്പ് അല്ലാതെ ആമേൻ നമുക്കൊരു മരണം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ പിശാച് അവന്റെ സ്ഥലത്ത് ഗന്ധകം കത്തുന്ന അഗ്നിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിടും. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, ആത്മഹത്യ നമ്മുടെ ജീവിതത്തിന് ഒരു പരിഹാരമല്ല. നമ്മൾ വേർപെട്ടു പോകുന്നത് ഒരു പരിഹാരമല്ല. മാറിയിരിക്കുന്നത് ഒരു പരിഹാരമല്ല. അടുത്തൊരു സഭയിലേക്ക് ചാടിപ്പോകുന്നതോ സഭ രണ്ടാക്കുന്നതോ ഒരു പരിഹാരമല്ല. കർത്താവ് ഒന്നേ പറഞ്ഞോളൂ, ഹല്ലേലൂയ, നിങ്ങൾ ഐക്യതയിൽ തികഞ്ഞു വരണം. ഹല്ലേലൂയ. സ്നേഹത്തിൽ നിങ്ങൾ ഒന്നിക്കണം. ആമേൻ. അത് ആരെ വരെ സ്നേഹിക്കണം? ആമേൻ. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമാണോ? നമ്മളെ നിന്ദിക്കുന്നവരെ സ്നേഹിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങല്ലേ ഇത് പറഞ്ഞത്? ഇതിനകത്തൊരു അസാധാരണമായ ശക്തിയില്ലേ? കർത്താവ് നമുക്ക് തരുന്ന ഓരോ വചനങ്ങൾക്കും, ഓരോ കൽപ്പനകൾക്കും, ഓരോ വാഗ്ദത്തങ്ങൾക്കും അകത്ത് ഒരു മനുഷ്യനും ഒതുക്കുവാൻ കഴിയാത്ത അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ദൈവമക്കളെ. അതുകൊണ്ടല്ലേ ശമരിയ സ്ത്രീ ഓടിപ്പോയി ഒരു പട്ടണത്തിലുള്ള മുഴുവൻ ആൾക്കാരെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? വെറും അവളുടെ ചരിത്രം നോക്കിയാൽ അവൾ വിളിച്ച ആരും വരുത്തില്ല. ആമേൻ. എല്ലാവർക്കും തള്ളിക്കള. പക്ഷേ കാണേണ്ടുന്നവനെ ആമേൻ അവൾ അറിയേണ്ടുന്നവനെ കാണേണ്ടുന്നതുപോലെ കണ്ടപ്പോൾ അവളുടെ മേലൊരു അസാധാരണ ശക്തി വ്യാപരിച്ചു. ആ ശക്തി കൊണ്ട് പോയി എന്ത് പറഞ്ഞാലും അതവിടെ സാധ്യമാക്കി തീർക്കും. അതുകൊണ്ട് നമുക്ക് പറയും, കർത്താവ്, ഈ അസാധാരണമായ ദൈവിക ശക്തിയുടെ വ്യാപാരം എന്റെ മേലൊന്ന് പകരണമേ. ഈ ശക്തിയെ കുറിച്ച് കാരാഗ്രഹത്തിൽ കിടന്നുണ്ട് അപ്പോസ്തലൻ എഴുതുക, ഇത് അളവറ്റ ശക്തിയാണ്. ഹല്ലേലൂയ. എഫേസ്യർ 1-ന്റെ 17, 18, 19 താഴോട്ട് വയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ? ഇതൊരു അളവറ്റ ശക്തിയാണ്. ആമേൻ. ഇതാർക്കും അളക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതെന്താണ് കാരണം? അത് പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രൻ ആമേൻ തന്റെ ജീവനും രക്തവും കൊടുത്തിട്ട് അത് വാങ്ങി നമുക്ക് തന്നതാ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, കർത്താവായ യേശുക്രിസ്തു പിതാവിങ്കിൽ നിന്ന് വാങ്ങി തന്ന ആമേൻ ആത്മാവിന്റെ ശക്തിയുണ്ടല്ലോ, ഇത് നമ്മളിലുള്ളപ്പോൾ നമ്മളെ ആർക്കും അളക്കുവാൻ കഴിയത്തില്ല. ഈ ശക്തിയെ ആർക്കും അളക്കുവാൻ കഴിയത്തില്ല. ഏത് വ്യക്തി നമ്മളെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുള്ള അറിവിനൊത്തവണ്ണമേ പറയുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മളെ അറിയേണ്ടുന്ന ഒരുവനുണ്ട്, അവന് മാത്രമേ നമ്മളെ അളക്കുവാൻ കഴിയുക.
കഴിയുകയുള്ളൂ. നമുക്കാർക്കും ദൈവത്തിന്റെ ആഴങ്ങളെ അളക്കുവാൻ കഴിയത്തില്ല. അതിന്റെ ആഴം, ഉയരം, നീളം, വീതി. അപ്പോസ്തലൻ പറയാ, ഹോ ഇതിന്റെ ജ്ഞാനമേ, ഇതെത്ര ഭയങ്കരമാണ്. എഴുതുന്ന സ്ഥലമൊന്നും അനുകൂലമല്ല, ആരും അനുകൂലമായിട്ടില്ല. അല്ലെങ്കിൽ കാരാഗ്രഹമൊന്നും സേഫ് സോണൊന്നുമല്ല. അല്ലെങ്കിൽ ഉപദ്രവം കിട്ടുന്ന ഇടങ്ങളിലൊക്കെ കിടന്നുകൊണ്ട് ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. ഇനി എന്താ ഈ കൊമ്പ് ചെയ്യുന്നത്? ഒന്നവൻ ചിതറിക്കും. അടുത്ത വാക്യത്തിൽ അവൻ പറയുകയാണ്, അതിനോട് ചേർന്ന് 4 കൊല്ലന്മാരെ സെഖര്യാവിന് കാണിച്ചു കൊടുത്തു. ഇവരെന്താന്ന് ചോദിച്ചപ്പോൾ ആമേൻ ദൂതൻ പറയുക, ആമേൻ ഈ കൊമ്പുകളുണ്ടല്ലോ, ആരും തല ഉയർത്താതെ വണ്ണം ആമേൻ അവരുടെ തല താഴ്ത്തി ചിതറിച്ചു കളയണം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഹല്ലേലൂയ. എന്തുവാ ദുഷ്ടൻ ചെയ്യുന്നത്? ഒന്ന്, അവൻ സമാധാനക്കേടുണ്ടാക്കും, ഐക്യതക്കേടുണ്ടാക്കും, അവൻ ചിതറിക്കും. ഇത് വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. ആരും പറയാതെ ചിലരോട് ചില വൈരാഗ്യം മനസ്സിൽ തന്നോടലെടുത്തു വരും. ഇതാരുടെ പണിയാണ്? അവൻ ശത്രുവായ പിശാചിന്റെ പണിയാണ്. പിന്നെ കുടുംബത്തിലോട്ട് അവരങ്ങ് തുടങ്ങും, തലമുറയോടങ്ങ് തുടങ്ങും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങും. പിന്നെ ഇതെവിടെ കൊണ്ടുപോകും? സഭയ്ക്കകത്ത് ചെല്ലും. സഭയ്ക്കകത്ത് പ്രശ്നമാ. സഭ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുക. ആമേൻ. അദൃശ്യ തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് കാണാൻ പറ്റുമോ ദൈവമക്കളെ? നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ എനിക്കൊരു ആമേൻ ഡിസേണിംഗ് പവർ തരണേ, ഒരു അണ്ടർസ്റ്റാൻഡിങ് പവർ, എനിക്ക് ഒരു വിവേചന ശക്തി എനിക്ക് തരണമേ. എന്തിനെ വിവേചിക്കണം? നമ്മുടെ വിശുദ്ധ ജീവിതത്തെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ വരുന്ന ആമേൻ അദൃശ്യ തലങ്ങളിലുള്ള അന്ധകാരത്തിന്റെ ശക്തിയെ എനിക്ക് വിവേചിച്ചറിയുവാൻ ആമേൻ ഇതൊരു ശക്തിയിൽ ആമേൻ കർത്താവിന്റെ അമിത ബലത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാൽ മാത്രമേ ഈ ഡിസേണിംഗ് പവർ നമുക്ക് കിട്ടുകയുള്ളൂ ദൈവമക്കളെ. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, നമ്മളെ ചിതറിക്കുകയാ. 2, നമ്മുടെ തല ഉയർത്തത്തില്ല. ആമേൻ. നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തുന്നത്. അവർ വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എന്റെ തല താഴ്ത്തി കളയുവാൻ തക്കമുള്ള ഒരു വാർത്ത എന്റെ തലമുറയിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. ആമേൻ. എന്റെ ആമേൻ ആരിൽ നിന്നോ ആമേൻ എന്റെ ജോലി മണ്ഡലങ്ങളിൽ നിന്ന് വരരുത്, എന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് വരരുത്, എന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വരരുത്, എന്റെ തലമുറകളിൽ നിന്ന് വരരുത്. ഒരുപക്ഷെ പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ യൗവനക്കാരായിരിക്കാം, കുടുംബസ്ഥരായവരായിരിക്കാം. ആമേൻ. അല്ലെങ്കിൽ 50, 60 ഒക്കെ വയസ്സ് പ്രായമുള്ള കുടുംബങ്ങളിൽ പോലും ആമേൻ ഡിവോഴ്സിന് വേണ്ടി ഓടുന്നവരുണ്ട്. എന്തോ ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ രാജ്യത്തേക്ക് പോകാനുള്ള തത്രപ്പാടല്ലേ ഇത്? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. എന്റെ തല താഴുവാനിട വരുത്തിക്കല്ലേ. എന്റെ ആമേൻ ജോലിയോടുള്ള ബന്ധത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. നിനക്കെതിരെ നിൽക്കുന്ന മാനേജരാണോ, അദ്ദേഹത്തിന്റെ അന്ധകാര ശക്തി ദൈവം അതിനെ മാറ്റിക്കളയും. കൂടെ ജോലി ചെയ്യുന്നവരാണോ, അവരിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിയെ ആമേൻ കർത്താവ് തന്റെ ശക്തിയാൽ തകർത്ത് കളയും. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിലാണോ സ്വസ്ഥതക്കേട്, ആമേൻ ചിലരുടെ വായ ദൈവം അടയ്ക്കണം. ചിലരുടെ അന്യായ ബന്ധങ്ങളുണ്ട്. ആമേൻ കുടുംബത്തിൽ ആമേൻ കുടുംബജീവിതം ഉണ്ടായിട്ട് പോലും രഹസ്യ ബന്ധങ്ങളിൽ തുടരുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഇന്ന് അത് ഏത് വ്യക്തികളിലായാലും അവിടം കൊണ്ട് അവരുടെ വഴി അടയ്ക്കണമേ. അല്ലെങ്കിൽ അന്യായ സ്നേഹബന്ധങ്ങൾ നടിച്ചു വരുന്ന പൈശാചിക ബന്ധനത്തെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നില്ലേ? ആമേൻ. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുറത്തു പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആമേൻ രഹസ്യത്തിലിരുന്ന കരയുന്ന ദൈവ പൈതലെ ഹല്ലേലൂയ, കർത്താവിന്റെ അത്യന്ത ശക്തിക്കും അമിത ബലത്തിനും തകർക്കുവാൻ കഴിയാത്തതൊന്നുമില്ല. ആമേൻ. ആ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന അതിനോട് ഇഷ്ടം തോന്നുന്ന ആ ഹോർമോണിനെ തകർത്ത് കളയണമേ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. 38 വർഷക്കാല രോഗിയായി കിടന്നവനോട് കർത്താവ് എന്താ പറഞ്ഞേ? എഴുന്നേറ്റ് ആമേൻ നിന്റെ പാപം മോചിച്ചിരിക്കുക, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. നടന്നില്ലേ? ഹല്ലേലൂയ. അവന് എത്ര വർഷം? കർത്താവിന്റെ പ്രായത്തിനേക്കാൾ പ്രായമില്ലായിരുന്നു.
38 വർഷം ആമേൻ അവൻ രോഗിയാ. ഒരുപാട് നാൾ കൊളക്കടവിൽ കിടക്കാം. 38 വർഷമൊന്നും കൊളക്കടവിൽ കിടന്നും ബൈബിളില്ല കേട്ടോ. കുറേ നാൾ, ഏറിയ നാളുകളും ഉണ്ടൊക്കെ അവിടെ കിടന്നോളൂ. പക്ഷെ ഒറ്റ വാക്കിന്റെ മേളിൽ എന്താ, അവന്റെ സകല നാഡി നരമ്പുകൾ, അവന്റെ ബ്ലഡ് വെസൽസ്, അവന്റെ എല്ലാ ഇന്റേണൽ ഓർഗൻസ് അവൻ നോർമൽ ലെവലിൽ വർക്ക് ചെയ്യുവാൻ, അവന്റെ കൈകാലുകൾ, അതിന്റെ വിരലുകൾ, ആമേൻ ഹല്ലേലൂയ. അവൻ ദൈവമക്കൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ അവനൊന്ന് ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള മദ്യത്തിന്റെ ആസക്തിയാകട്ടെ, അന്യായ ബന്ധങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ ദുഷ്ട ആസക്തിയാകട്ടെ, അടകൽ ഖബറുകതലെ അവൻ നമ്മുടെ വായിൽ അധികാരമുണ്ടോന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ആ വ്യക്തിത്വം ഒരു പക്ഷെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ, നമുക്ക് പ്രാർത്ഥനാ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മനുഷ്യന്റെ അരുതാത്ത വഴി ഇന്ന് അടയട്ടെ. ആരിലെ ചിലതിനെ ദൈവം അടയ്ക്കണം. ആരും തുറക്കാതെ വേണം അടയ്ക്കുവാൻ കർത്താവിന് മാത്രമേ. ദാവീദിന്റെ താക്കോലുള്ളവൻ ഫിലദൽഫിയ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ ആമേൻ ആമേൻ വെളിപ്പാട് 3:7 മുതൽ താഴോട്ട് വായിച്ചോ. ആരും അടയ്ക്കാതെ വേണം, ആരും തുറക്കാതെ വേണം അടയ്ക്കണം. ആമേൻ ഹല്ലേലൂയ. അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതിലെ മദ്യപാനത്തെ അവൻ ആ ദുഷ്ടശക്തിയെ അടയ്ക്കണം. അന്യായ ബന്ധങ്ങളുടെ ദുഷ്ടശക്തിയെ അടയ്ക്കണം. ആമേൻ വേണ്ടാത്ത ബന്ധങ്ങളുടെ പുറകെ പോകുന്നത്, അന്യായമായി ചിലത് ചിലവഴിക്കുന്നത്, ആമേൻ വേണ്ടാത്ത വാക്കുകൾ കൊണ്ടുവന്ന് കുടുംബജീവിതത്തെ തകർക്കുവാൻ വരുന്നതിനെ അടയ്ക്കണം. ദുഷ്ടന്റെ പ്രവർത്തികളെ അടയ്ക്കണം. ദൈവമക്കളെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. രക്തത്താലും വചനത്താലും ജയം. ഹല്ലേലൂയ. അത് മാത്രമല്ല ആമേൻ നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു നല്ല ആത്മാവിനെ അവരുടെ ഹൃദയത്തിൽ തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആമേൻ ഒരു അനുഭവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ തുറക്കാൻ പ്രാർത്ഥിക്കാം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ ദാവീദിന്റെ താക്കോലുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ. അതാരാ? മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി വെള്ളോട്ടിന് സദൃശമായ കാലുകളോട് കൂടിയവൻ, അവന്റെ വായിൽ തീയാ പുറപ്പെടുന്നത്. ആമേൻ. എന്നോടൊക്കെ ഒത്തിരി പ്രാവശ്യം പലപ്പോഴും ഞാൻ വചനത്തിൽ സംസാരിച്ചിട്ടുള്ള ഭാഗമാ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ ആമേൻ കർത്തൃ ദിവസത്തില തനിക്കിനി ഒരു ജീവിതം ഇല്ല. ആമേൻ മരണം മാത്രം പ്രതീക്ഷിച്ച് ഈ കടലിടയ്ക്ക് ഉള്ള ആ ദ്വീപിൽ ആ പാറക്കെട്ടുകളുടെ ഇടയിൽ താനായിരിക്കുമ്പോൾ ആമേൻ മരിച്ച മനുഷ്യരുടെ അസ്ഥികുടങ്ങൾ മാത്രം അവിടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ ആമേൻ ആ മനുഷ്യന്റെ ശരീരം തിന്നാൻ വരുന്ന കഴിവുകൾ മാത്രമുള്ളപ്പോൾ ഹല്ലേലൂയ അതിനെ മാത്രം കണ്ടുകൊണ്ട് മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭക്തന ഹല്ലേലൂയ തന്റെ ജീവിതകാലത്ത് 3.5 വർഷക്കാലം കർത്താവിനോട് ചേർന്ന് നടന്നു. ക്രിസ്തു കർത്താവിന്റെ ആമേൻ യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന, യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യന. ആമേൻ എല്ലാവരും പോയപ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ശിഷ്യന. ആമേൻ ഓടിപ്പോയി കല്ലറയ്ക്കകത്ത് പോയി നോക്കിയ ശിഷ്യന. പക്ഷേ ജീവിതത്തിന്റെ എൻ ടൈം വന്നപ്പോൾ താൻ എവിടെയാ? പത്മോസിൽ ഒറ്റപ്പെട്ടവനായി കിടക്കുക. അനുഭവിക്കാവുന്ന കഷ്ടതകൾ മുഴുവനും അനുഭവിച്ചു. അവിടെ വന്ന് കിടക്കുമ്പോഴാണ് കർത്തൃ ദിവസത്തിൽ കർത്താവ് വെളിപ്പെടുന്നത്. ആമേൻ തനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല കേട്ടോ. താൻ മരിച്ചവനെ പോലെ വീണുപോയി. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. നമുക്കൊരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. ആമേൻ നമ്മുടെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് എത്ര പേർക്ക് അവിടെ നിൽക്കുവാൻ കഴിയും? ഇത്രത്തോളം സ്നേഹിച്ച ശിഷ്യന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. തന്നോട് വിളിച്ചു പറഞ്ഞു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുവാൻ. ഞാനിങ്ങനെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടൊരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ എന്തിനു വേണ്ടിയാ വിളിച്ചു വേർതിരിച്ചത്? ആമേൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം 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 തന്നെ വിളിക്കുമ്പോൾ ആമേൻ അനന്യാസിനോട് പറയുന്നുണ്ട്, കർത്താവിന്റെ മാർഗക്കാരെ കൊന്നുമുടിക്കാനുള്ള അധികാരവും ശക്തിയും ഒക്കെ പ്രാപിച്ചുകൊണ്ട് വന്ന അപ്പോസ്തലനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് പിടിക്കപ്പെട്ടു. താൻ ആരായിട്ട് മാറി? ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുക. അപ്പോഴേ അനന്യാസ് പോയി പ്രാർത്ഥിക്കുന്ന ദർശനമൊക്കെ ഉണ്ട്. എന്റെ അങ്ങോട്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. ഹല്ലേലൂയ. അവിടെ എന്താ താൻ പറഞ്ഞതെന്നറിയാമോ?
കർത്താവ് പറയും, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാകുന്നു. അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടം സഹിക്കണമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വചനമാണത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തില് ഇവിടെ എന്തിനാ അപ്പോസ്തലനെ വിളിച്ചത്? അവൻ ജാതികൾക്ക് രാജാക്കന്മാർക്ക് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ആമേൻ എന്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണെന്ന് അപ്പോസ്തലന്റെ ഹല്ലേലൂയ ആ ശക്തി എന്താ നോക്കിയേ. കർത്താവിന്റെ നാമം വെച്ച ഒരു പാത്രമായിരുന്നു തന്റെ ശരീരം. അതുകൊണ്ട് 199 അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ മരിക്കാഞ്ഞത്. ഹല്ലേലൂയ. 10 അടി കൊള്ള നമുക്ക് ത്രാണിയുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വഹിക്കുന്ന വ്യക്തിത്വങ്ങളുടെ പവർ ഒന്ന് ഓർത്തു നോക്കൂ ദൈവമക്കളെ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ 11-ാം അധ്യായത്തിൽ നീണ്ട ഒരു നിര നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ എവിടെയെങ്കിലും താൻ തകർന്നു പോയോ? കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. അദ്രിയ കടലിന്റെ ആ 3 കടൽ കൂടുന്നിടത്താണ് അവര് വെള്ളത്തിലകപ്പെട്ടത്. പക്ഷേ ആമേൻ ആ കപ്പലിന്റെ പലകയിൽ പിടിച്ചു പോലും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ എങ്ങും തകർന്നില്ല. കാര്യം പിന്നെയും തനിക്ക് ചിലരോട് സുവിശേഷം അറിയിക്കാനുണ്ടായിരുന്നു. താൻ ജാതികളോട് സുവിശേഷം അറിയിച്ചു. യൂറോപ്പിന്റെ 54 രാജ്യങ്ങൾ ഏകദേശം അതിലും കൂടുതലുണ്ടായിരിക്കുക രാജ്യങ്ങളിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അനവധി അടിയേറ്റു, കല്ലേറേറ്റു, അനേക ആപത്തുകള്. അല്ലെങ്കിൽ ചെല്ലിനടുത്തെല്ലാം ഉപദ്രവം സഹിച്ചത് സ്വന്തം യഹൂദന്മാരാകുന്ന കള്ള സഹോദരന്മാരാലാണ്. എല്ലായിടത്തും ഉപദ്രവം സഹിക്കേണ്ടി വന്നത്. എല്ലാ കഷ്ടങ്ങളും സഹിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? അല്ലെങ്കിൽ ജാതികളോട് പോയി സുവിശേഷം അറിയിച്ചു. അനേക ദൈവസഭകൾ സ്ഥാപിച്ചു. അതുകൊണ്ട് നമ്മളും ഈ വചനമൊക്കെ ഇങ്ങനെ ആഴത്തിൽ കേൾക്കുന്നു. തനിക്ക് ദർശനമുണ്ടായിരുന്നു എന്തുവാ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവന്. അല്ലെങ്കിൽ പക്ഷേ സ്വർഗത്തിന്റെ ഒരു കാഴ്ച പോലും താൻ എഴുതിയില്ല. തന്നെ എന്തിനാ വിളിച്ചത്? ആമേൻ കർത്താവിന്റെ നാമം വഹിക്കുവാൻ. താൻ ഇസ്രായേൽ മക്കളോട് പോയി സുവിശേഷം പറഞ്ഞു. അവരൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ട് താൻ ജാതികളിലേക്ക് പോയി. പിന്നെ എന്താ ചെയ്തത്? ആമേൻ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി താൻ സുവിശേഷം അറിയിച്ചു. എങ്ങനെയാ പോയത്? വലിയ ഞാൻ എല്ലാ മെസ്സേജിലും പറയും, വലിയ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ടൈയും കെട്ടി ഒരു അസിസ്റ്റന്റ് തന്റെ ബാഗും പിടിച്ചൊന്നുമല്ല. ആമേൻ ഓരോ കൈസരുടെ മുമ്പിലാകട്ടെ, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലാകട്ടെ, താൻ എങ്ങനെയാ പോയി സുവിശേഷം അറിയിച്ച് 2 കൈയും ചങ്ങല ധരിച്ചവനായി. അതിലെ ഫ്ലെക്സ് ഇല്ലായിരുന്നു, വലിയ പെരുമയും ഇല്ലായിരുന്നു. അതിലെ കർത്താവ് ഒരുവനെ തെരഞ്ഞെടുത്തു. അവൻ എന്റെ നാമം അവൻ ജാതികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രം. അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കഷ്ടം അനുഭവിച്ചില്ലേ? അവിടെ തകർന്നു പോകുവാൻ ഇടയായോ? ആമേൻ. റോമൻ ആമേൻ പടയാളികളുടെ വാള് മൂർച്ച കൂട്ടുമ്പോഴും താൻ പ്രത്യാശയോടെ എഴുതി. ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. താൻ തികച്ചില്ലേ? ഇതെല്ലാം തികച്ചു. ഓട്ടമോടി തികച്ചു, പോർ പൊരുതി തികച്ചു, വിശ്വാസത്തിൽ തികഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ വായിച്ചില്ലേ? ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ ക്രിസ്തുവിന്റെ പ്രായമായ സമ്പൂർണതയിൽ തികഞ്ഞു വരണമെന്ന്. തികവിൽ താൻ എവിടെ പോയി? കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടും ആമേൻ താനൊന്നും സ്വർഗത്തെ കുറിച്ച് എഴുതിയില്ല. 2 കൊരിന്ത്യർ 12-ന്റെ ആദ്യത്തിൽ താൻ പറയോ, ഞാൻ ദർശനങ്ങളും വെളിപ്പാട് എഴുതുന്നൊക്കെ പറഞ്ഞെങ്കിലും വിവരിക്കുന്ന പറയാൻ ഒന്നും പറയില്ല. ഒരു മനുഷ്യനെ എനിക്കറിയാം, അതും താനാണെന്ന് പോലും താൻ പറയുന്നത് പോലുമില്ല. പക്ഷെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയെ കുറിച്ചാണ് താൻ അവിടെയൊക്കെ എഴുതിയത്. എന്നാൽ ഈ യോഹന്നാൻ അപ്പോസ്തലനോടോ കർത്തൃ ദിവസത്തിൽ ആമേൻ കർത്താവ് വെളിപ്പെട്ടപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതാൻ. വെളിപ്പാട് 4-5 വായിക്കണം. സ്വർഗത്തിലെ ആമേൻ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അനേകരെ സ്വർഗീയ ദർശനങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളൊക്കെ അറിയുവാൻ ശിഷ്യന്മാർക്കൊക്കെ വരം കൊടുത്തു. ആമേൻ. നമ്മളൊക്കെ കർത്താവിന്റെ ശിഷ്യരാ. ഈ വരമൊക്കെ ചോദിച്ചു വാങ്ങിച്ചോണം. ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള റെവലേഷൻസ് ആണ്. ആമേൻ. ഈ ഹെവനെ കുറിച്ചും ആമേൻ ഈ സ്വർഗരാജ്യത്തെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ വെളിപ്പാടില് 3-ന്റെ ആമേൻ 12-ാം വാക്യത്തില് ആ 3-ന്റെ ഫിലദൽഫിയ സഭയ്ക്ക് ലേഖനം എഴുതി 7 തൊട്ട് നിങ്ങൾ 13 വരെ വായിച്ചോളണം കേട്ടോ.
ഭയങ്കരമായ ഒരു എഴുത്താണ് അവിടെ നമുക്ക് കാണുന്നത്. ഫിലദൽഫിയ സഭ, അത് ഒരു കുറ്റവും പറയാനില്ലാത്തൊരു സഭയാണ്, വചനം കാത്തു സൂക്ഷിച്ച ഒരു സഭയാണ്. ആ സഭയെക്കുറിച്ച് പറയാം. ആമേൻ. 11 വാക്യം വായിച്ച്, ഭൂമിയിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് 10 മുതലാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം. എന്തൊരു വചനമാണ് സഹിഷ്ണുത? അത് നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. അടുത്ത വാക്യം നമ്മൾ വായിച്ചോണം. ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ദൈവത്തിൻ്റെ നാമം, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ ഞാൻ എഴുതുമെന്നും നമുക്കൊരു അഡ്രസ്സ് തരുമെന്നും. ഈ കഷ്ടമൊക്കെ സഹിച്ച് ജീവിക്കുന്ന എന്തിനാ ദൈവമക്കളെ? ആമേൻ. നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ശരീരം ഒരു കവറാണ്, ആത്മാവിനെ വഹിക്കുന്ന ഒരു കവറാണ്. ഇതങ്ങ് ഊരി മാറും. നമ്മളുടെ ആത്മമനുഷ്യൻ എവിടെ പോവും? സ്വർഗരാജ്യത്തിൻ്റെ വാതിൽക്കലേക്ക് എത്തും. ആ വാതിൽക്കൽ എത്തുമ്പോഴുണ്ടല്ലോ നമ്മുടെ അഡ്രസ്സ് നോക്കും. നമ്മളൊക്കെ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ, ഡിപ്പാർച്ചർ ഗേറ്റിൽ വരുമ്പോൾ എന്താ അവർ ആദ്യം നോക്കും? നമ്മുടെ റെക്കോർഡുകളെല്ലാം നോക്കും, പാസ്പോർട്ട് നോക്കും, ടിക്കറ്റ് നോക്കും, വിസ നോക്കും, 3 കാര്യം നോക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവർ നോക്കും, നമ്മൾ ചെല്ലാനുള്ള രാജ്യത്തെക്കുറിച്ച് നോക്കും, പിന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടോ എന്ന് ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. നോക്കി, ഇവിടെ 3 അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 1 എൻ്റെ ദൈവത്തിൻ്റെ നാമം, 2 നമ്മൾ എവിടോട്ടാ പോകുന്നത്, ആ രാജ്യത്തിൻ്റെ പേര്, 3 നമ്മളെ ആരാ റെക്കമെൻഡ് ചെയ്തേ, ബൈ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെയാണ് ഇവിടെ നിന്ന് നമുക്കൊരു ജീവിതം, ആത്മജീവിതം ഒരുങ്ങിക്കിട്ടുന്നത് കേട്ടോ. അത് ഇപ്പം എനിക്കൊരു പക്ഷേ ഒരു രോഗം വന്നാൽ ഒരു ഹോസ്പിറ്റലിൽ എന്നെ ട്രീറ്റ് ചെയ്യാൻ അവിടുത്തെ ഡോക്ടർ പറ്റില്ല, ഡോക്ടർ ഒരു റെഫറൻസ് ലെറ്റർ എഴുതും, ഇതിലും വലിയൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുള്ള ഹോസ്പിറ്റലിൻ്റെ പേരെഴുതും, ഡോക്ടറെ പേരെഴുതും, ആരാ റെഫർ ചെയ്തതെന്ന് എഴുതും. അതും കൊണ്ട് നമ്മൾ ചെന്നാൽ നമുക്ക് എങ്ങും ക്യൂ നിൽക്കേണ്ട, പെട്ടെന്ന് നമുക്കവിടെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ കിട്ടും. നമ്മൾ റെക്കമെൻഡേഷനിലാണ് പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ചെന്നാൽ നമുക്കുണ്ട് 3 അഡ്രസ്സാണ്. ആമേൻ. നമ്മുടെ കഷ്ടം സഹിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിന്നയും പരിഹാസമൊക്കെ സഹിച്ച് ഒത്തിരി കഷ്ടം സഹിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മുടെ നെറ്റിയിൽ എഴുതും. പ്രതിഫലമില്ലാത്തതല്ല ഈ ക്രിസ്തീയ ജീവിതം. 2 നമുക്കൊരു രാജ്യം അവിടെ ഒരുങ്ങുന്നുണ്ട്. ആ രാജ്യത്തിൽ ചെല്ലാൻ നമ്മൾ യോഗ്യരാണെന്ന് ആ നാമം നമ്മുടെ മേലെഴുതും. 3ാമത്തെ അഡ്രസ്സ് എന്തുവാ? ആരാണിത് ചെയ്തത്? യേശു കർത്താവിന്. ഇവിടെയുള്ള നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ സർട്ടിഫൈ ചെയ്ത് സീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇത് 3ഉം കൂടെ ഉണ്ടെങ്കിൽ ചെന്നാൽ ആമേൻ, നമ്മൾ ജയിച്ചു. അപ്പോൾ ഈ കഷ്ടങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ എല്ലാം സഹിക്കുന്നത് പെറുപിറുക്കാതെ സഹിച്ച് ആമേൻ ജയിച്ച് നിത്യതയിലെത്തണം. ഹല്ലേലൂയ. നമ്മളെ ചിതറിക്കുന്ന കൊമ്പിനെ നമുക്ക് തകർക്കണം. നമ്മുടെ തല താഴ്ത്തിക്കളയുന്ന കൊമ്പിനെ നമ്മൾ തകർക്കണം. ആമേൻ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. ഹല്ലേലൂയ. നീ എത്രയും അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ദുഷ്ടനായവൻ അവൻ്റെ മുഴുബലത്തോടെ എഴുന്നേറ്റിരിക്കുക. അല്ലെ, വെളിപ്പാട് 12:11 പറഞ്ഞിരിക്കുന്നു. അവരെങ്ങനെയാ ജയിച്ചത്? ആമേൻ. അവർ അവനെ തങ്ങളുടെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. ആമേൻ. നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കും. നമ്മൾ പോർക്കളത്തില. അവസാനത്തെ ശത്രു മരണമാണ്. അവനിൽ കൂടെ മാത്രമേ നമുക്ക് ജയമുള്ളൂ. നമ്മൾ വായിച്ച വാക്യങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാം. അടുത്ത് എന്താ പറയുന്നത്? ഈ അസാധാരണമായ ദൈവശക്തി, ഈ അളവറ്റ ദൈവശക്തി. ഫിലിപ്പിയ ലേഖനം എഴുതുന്നതും കാരാഗ്രഹത്തിൽ കിടന്ന അവിടെ 3:21 എഴുതിയിരിക്കുന്ന ഒരു കാര്യം അതായിരുന്നു. എന്തുവാ? അങ്ങനെയൊക്കെയാണ്. ഇത് വ്യാപാര ശക്തിയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ലേഖനം പറയാം 4:7 അത്യന്ത ശക്തിയാണ്. ആമേൻ. ഇത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാ. ഹല്ലേലൂയ. റോമർ 8 ആമേൻ 11 അതിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തിയാ. ഹല്ലേലൂയ. 2 പത്രോസ് 1:3 ഇത് ദിവ്യശക്തിയാ. അപ്പൊ എഫേസ്യർ 1:19 അളവറ്റ ശക്തിയാ. ആമേൻ. ഇത് രൂപാന്തരപ്പെടുത്തുന്ന വ്യാപാര ശക്തിയാ. ഇത് അത്യന്ത ശക്തിയാ. അല്ലെങ്കിൽ ഇത് ജീവിപ്പിക്കുന്ന ശക്തിയാ. ഇത് ദിവ്യശക്തിയാ. ഇത്
കൊണ്ട് ഹല്ലേലൂയ നമുക്ക് പോരാട്ടമുള്ള അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകള്, അധികാരങ്ങള്, അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സകല പൈശാചിക ശക്തികളെയും ജയിക്കുവാൻ നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. അല്പസമയം മുന്നോട്ട് പോയെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവമക്കളെ, ഇവിടെ ആമേൻ എന്തെങ്കിലും ലഭിക്കുന്ന ഒരു പ്രവചന വാക്കുകളിലല്ല, നിത്യതയിൽ വലിയൊരു നിക്ഷേപം ലഭിക്കുന്ന ആത്മീയമായ ഒരു നിക്ഷേപം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ആ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളുടെ പേരവിടെയുണ്ടോ? കർത്താവ് നമ്മൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് സകല സൽപ്രവൃത്തികളിലും നമ്മൾ തികഞ്ഞു വരണം. വിശ്വാസത്തിൽ നമ്മൾ തികയണം, സ്നേഹത്തിൽ നമ്മൾ തികയണം, അല്ലെങ്കിൽ വിശുദ്ധിയിൽ നമ്മൾ തികയണം. അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ നിറഞ്ഞു വരണം. അല്ലെങ്കിൽ ഈ നിറവ് നമ്മൾ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ തലയോളം നമ്മൾ വളർന്നു വരുവാൻ, അവനോട് അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ കർത്താവേ എന്നെ ഒരുക്കണമേ. അതിനായിട്ടുള്ള അസാധാരണമായ ആത്മീയ ശക്തി, അളവറ്റ ശക്തി, ദിവ്യ ശക്തി ഹല്ലേലൂയ എന്റെ മേൽ പകരണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ, എന്റെ പ്രിയപ്പെട്ടവന്റെ മേൽ പകരണമേ, മാതാപിതാക്കളെ, സഹോദരങ്ങളുടെ മേൽ, എന്റെ അയൽവാസികളുടെ മേൽ, ഞാൻ ആരാധിക്കുന്ന ദൈവസഭയില് ദൈവഭക്തന്മാരുടെ മേൽ, എന്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന കൂട്ടു സഹോദരങ്ങളുടെ മേൽ, സഭയാം കുടുംബങ്ങളുടെ മേൽ, ഹല്ലേലൂയ ഞാൻ ആയിരിക്കുന്ന ദേശത്തിന്റെ മേൽ, ആ ദേശത്തെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി അയച്ച് തകർക്കണമേ. ഹല്ലേലൂയ ആമേൻ. അങ്ങ് ഞങ്ങൾക്ക് തീമതിലാണ് കർത്താവേ. ഞങ്ങളുടെ ഉപവാസം, ഞങ്ങളുടെ പ്രാർത്ഥന, വചനധ്യാനം, ആത്മാവിൽ ആരാധന നമ്മളെ സംരക്ഷിക്കുന്ന ആമേൻ ഭവനത്തെ, തലമുറകളെ സംരക്ഷിക്കുന്ന അസാധാരണ ആത്മാവിന്റെ അഗ്നിയായിട്ട് വെളിപ്പെട്ടു വരട്ടെ. ചില ബന്ധനങ്ങൾ അഴിയട്ടെ ദൈവമക്കളെ, ചില രോഗശക്തികൾ തകരട്ടെ ദൈവമക്കളെ, ചില രോഗസൗഖ്യം ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. അടഞ്ഞിരിക്കുന്ന ചില നന്മയുടെ വഴികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ആമേൻ ഹല്ലേലൂയ ആമേൻ. ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ലഭിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ലഭിക്കാതെ, ലഭിക്കുവാൻ അർഹതപ്പെട്ട ജോലി ലഭിക്കാതെ, ശത്രു കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന ആ ദുഷ്ടക്കല്ലുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഉരുണ്ടു മാറട്ടെ. ഹല്ലേലൂയ. ചിലർക്ക് യാത്ര ചെയ്യുവാൻ, വിസ ലഭിക്കാൻ, ജോലി ലഭിക്കുവാൻ, ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ളതുണ്ട്, ആത്മീയ ജീവിതത്തിൽ ലഭിക്കുവാനുള്ളതുണ്ട്. കർത്താവായ യേശുവേ, അത്യന്ത ശക്തിയുടെ വ്യാപാരം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതാ കർത്താവേ. ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദിലീഡിയെ ഞങ്ങളുടെ ദാസനെയും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ഡിവൈസസിലും ജോയിൻ ചെയ്ത കുടുംബങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരിക്കലും കൂടി തിരുസനി തരുന്ന കർത്താവേ, വചനം ജീവനും ചൈതന്യമുള്ളതാ, അത് പ്രവർത്തിക്കുമല്ലോ. എല്ലായിടങ്ങളിലും പ്രവർത്തിക്കുവാൻ അങ്ങയുടെ ആത്മീയ ശക്തി അയക്കുമാറാകണമേ കർത്താവേ. അങ്ങയുടെ രാജ്യത്ത് ഞങ്ങളെല്ലാവരും ഒരുപോലെ കാണപ്പെടുവാൻ ഞങ്ങളെ ഒരുപോലെ ശക്തി വെച്ച് സഹായിച്ച് അങ്ങയുടെ ആത്മാവിനാലും ആ നീതി പ്രവൃത്തികളാലും ഞങ്ങളെ മുദ്രയിട്ട് നിർത്തണമേ കർത്താവേ. രാജ്യത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കുവാൻ കർത്താവെ, തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ അങ്ങയുടെ ആത്മാവും വചനവും തന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറച്ചു നടത്തണമേ. പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, തന്ന വിടുതലുകൾക്കായി സ്തോത്രം. ഇവിടെ മാത്രമല്ല, വിദൂരങ്ങളിലും ആമേൻ വിവിധ വിഷയങ്ങളുടെ മേൽ, അധികാര സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ദൈവം തന്റെ പ്രവൃത്തി അയച്ചതിനായി സ്തോത്രം. വിദൂരങ്ങളിലായ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ അയച്ചതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തിയതിനായി നന്ദി അപ്പാ, നന്ദി നന്ദി. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവ്, ഉത്തരം വരണമേ. ആമേൻ. സ്തോത്രം.